ഇന്ന് നമ്മളിവിടെ ഒന്നിക്കുന്നത് ഒരു പെണ്ണിന്റെ കണ്ണുനീരിൽ നിന്ന് ജ്വലിച്ച അഗ്നിയുടെയും ആ അഗ്നി പിന്നീട് ശാന്തമായപ്പോൾ ഉണ്ടായ മാതൃത്വത്തിന്റെയും കഥ പറയാനാണ്. ചോള സാമ്രാജ്യത്തിന്റെ അലകടൽ തിരതല്ലുന്ന പുഹാർ നഗരം. അവിടെ മാമനാഗന്റെ മകൾ കണ്ണകിയും മാസാത്തുവന്റെ മകൻ കോവലനും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നതയിലായിരുന്നു ആ ദാമ്പത്യം തുടങ്ങിയത്. എന്നാൽ വിധി അവർക്കായി കരുതി വച്ചത് മറ്റൊന്നായിരുന്നു. മാധവി എന്ന നർത്തകി കോവലന്റെ ജീവിതത്തിലേക്ക് വരുന്നു. കലയോടുള്ള അനുരാഗം പതുക്കെ വഴിമാറി കോവലൻ കണ്ണകിയെ മറന്നു. തന്റെ സർവ്വസമ്പാദ്യവും അവൻ മാധവിക്ക് നൽകി. ഒടുവിൽ ഒന്നുമില്ലാതെ തെരുവിലേക്കിറങ്ങേണ്ടി വന്നപ്പോൾ തന്നെ ചതിച്ച ഭർത്താവിനെ കണ്ണകി തള്ളിക്കളഞ്ഞില്ല. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന രത്നം വെച്ച ചിലമ്പുകൾ അവന് നീട്ടി. ഇത് വിറ്റ് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നവൾ പറഞ്ഞു. ആ വലിയ മനസ്സിന് മുന്നിൽ കോവലൻ തലകുനിച്ചു. പുതിയൊരു പുലരി തേടി അവർ മധുരയിലേക്ക് നടന്നു. ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകൾ, വിശപ്പും ദാഹവും, കൂട്ടിന് ജൈന സന്യാസിനിയായ കൗന്തിയടികൾ മാത്രം. കണ്ണകിയുടെ മൃദുലമായ പാദങ്ങൾ പൊട്ടിച്ചോരയൊലിച്ചു. എങ്കിലും തന്റെ ഭർത്താവിനൊപ്പം ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് അവൾ ആ വേദനകൾ സഹിച്ചു. മധുരയുടെ അതിർത്തിയിലെത്തുമ്പോൾ അവർക്ക് ശുഭപ്രതീക്ഷകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വിധി ചരടു വലിച്ചു. കോവലൻ ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോകുന്നു. അവിടുത്തെ കള്ളനായ തട്ടാൻ താൻ മോഷ്ടിച്ച രാജ്ഞിയുടെ ചിലമ്പിനു പകരം കോവലനെ കുടുക്കുന്നു. കള്ളൻ എന്ന് വിളിക്കപ്പെട്ട് ഒരു വിചാരണ പോലുമില്ലാതെ പാണ്ഡ്യരാജാവിന്റെ പടയാളികൾ കോവലന്റെ ശിരസ്സറുക്കുന്നു. ഈ വാർത്ത മധുരയിലെ തെരുവിലൂടെ കാറ്റുപോലെ പടർന്നു. തന്റെ പ്രാണനാഥൻ കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞ കണ്ണകി ഒരു അഗ്നിപർവ്വതമായി മാറി. അഴിഞ്ഞു വീണ മുടിയും കണ്ണുകളിൽ രൗദ്രഭാവവുമായി അവൾ പാണ്ഡ്യ സദസ്സിലേക്ക് ഇരച്ചുകയറി. നീതിയില്ലാത്ത രാജാവേ എന്നവൾ അലറി. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നെങ്കിൽ കണ്ണകിയുടെ ചിലമ്പിൽ മാണിക്യക്കല്ലുകളായിരുന്നു. സത്യം തെളിഞ്ഞു. ഞാൻ രാജാവല്ല, ഞാനാണ് കള്ളൻ എന്ന് പറഞ്ഞ് രാജാവ് സിംഹാസനത്തിൽ നിന്ന് വീണു മരിച്ചു. തന്റെ സ്തനം പറിച്ചെറിഞ്ഞ് അവൾ മധുരയെ ശപിച്ചു. അന്ന് ആ നഗരം കത്തിയെരിഞ്ഞു. അഗ്നിപർവ്വതം പതുക്കെ ശാന്തമായി. നീതിക്ക് വേണ്ടി പോരാടിയ ആ പെണ്ണ് കൊടുങ്ങല്ലൂർ വഴി തെക്കോട്ട് നടന്നു. തിരുവനന്തപുരത്തെ കിള്ളിയാറ്റിലെ മുല്ലൂർ തറവാട്ടിലെ കാരണവരാറ്റിൽ കുളിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ചു. അപ്പൂപ്പ, എന്നെ അക്കരെ എത്തിക്കാമോ? ആ കുട്ടി ദേവിയാണെന്ന് ആരും അറിഞ്ഞില്ല. ആറ്റുകാലെന്ന പുണ്യഭൂമിയിലേക്ക് ആ പാദങ്ങൾ പതിഞ്ഞ നിമിഷമായിരുന്നു അത്. അന്ന് രാത്രി കാരണവർക്ക് സ്വപ്നദർശനമുണ്ടായി. താൻ കണ്ട ആ പെൺകുട്ടി സാക്ഷാൽ പരാശക്തിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ കണ്ട അടയാളങ്ങളിൽ ഭക്തർ ക്ഷേത്രം പണിതു. തങ്ങൾക്കുണ്ടായിരുന്ന അരിയും ശർക്കരയും മൺകലത്തിൽ വെച്ച് അവർ ആ അമ്മയ്ക്ക് നിവേദിച്ചു. അതായിരുന്നു ആദ്യത്തെ പൊങ്കാല. ഇന്ന് കോടിക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലിൽ ഒത്തുചേരുമ്പോൾ അത് ആ പഴയ കണ്ണകിയുടെ കണ്ണുനീരിനുള്ള ലോകത്തിന്റെ പ്രായശ്ചിത്തമാണ്. അമ്മേ ശരണം, ആറ്റുകാലമ്മേ ശരണം. ഇതുപോലെയുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.